ഒരുപാട് നാളായി കുട്ടികളില്ലാത്തതുകൊണ്ട് സറോഗേഷൻ വഴി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഈ അമേരിക്കൻ കപ്പിൾ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യയിലേക്ക് എത്തി ഭാനു എന്ന പേരുള്ള ഒരു ലോക്കൽ ഡ്രൈവറെ സമീപിച്ചു. വാടക ഗർഭം ധരിക്കാൻ ഒരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊണ്ടുപോയി കാണിച്ചത് വയസ്സായി ആരോഗ്യമൊട്ടുമില്ലാത്ത ഒരു അമ്മുമ്മയായിരുന്നു. എന്നാൽ ഇവർ ഒറ്റ സ്ട്രെച്ചിൽ 2 തെങ്ങ് വരെ കയറും എന്ന് പറഞ്ഞ് ഭാനു അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ചെറുപ്പമായിട്ടുള്ള ആരോഗ്യമൊക്കെയുള്ള കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്യാൻ ആവശ്യമെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ ഗുണങ്ങളൊക്കെയുള്ള പെൺകുട്ടിയെ എവിടെ പോയി തപ്പും എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന അതിസുന്ദരിയായ മീമി എന്ന പെൺകുട്ടിയെ ആ അമേരിക്കൻ കപ്പിൾ കണ്ടിഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ കുട്ടിയെ കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും, അതുമല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നുന്ന സമയം വേണം എന്ന് ഭാനു പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതിച്ചു. അങ്ങനെ വളച്ചുകെട്ടൊന്നുമില്ലാതെ ഭാനു ഡയറക്റ്റായി പോയി അങ്ങ് കാര്യം അവതരിപ്പിച്ചു. എന്നാൽ അവൾക്ക് മനസ്സിലായത് തന്നെ തെറ്റായ എന്തോ കാര്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു എന്നാണ്. സിനിമയിൽ കയറി രൺബീർ സിംഗിന്റെ നായികയാവണം എന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ മീമി. അതിനുവേണ്ടി ദിവസവും വഴിപാട് കഴിപ്പിക്കുന്നതിനിടയിലാണ് ഇങ്ങേര് കയറി വന്നത്. നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം കുട്ടിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ക്ലിയറായി പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അയാൾ ഓരോ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. എന്നാൽ എനിക്ക് വലിയൊരു നായികയെ വേണം, ഇതിനൊന്നും ടൈമില്ല എന്ന് പറഞ്ഞ് അവൾ പോവാൻ ഒരുങ്ങിയപ്പോഴാണ് നീ ഇത് ചെയ്താൽ അവർ നിനക്ക് 20 ലക്ഷം രൂപ കൂലിയായി തരും എന്ന് ഭാനു പറയുന്നത്. പെട്ടെന്ന് അവൾ ചാണകത്തിൽ ചവിട്ടി. എന്തോ നല്ല കാര്യം നടക്കാൻ പോകുന്നതിന്റെ സിമ്പലാണ് ഇപ്പോൾ കേട്ടതെന്ന് അവൾക്കൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരു 9 മാസം അവയുടെ കുട്ടിയെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചു കൊടുത്താൽ പിന്നെ തനിക്ക് 20 ലക്ഷം രൂപ കിട്ടും. അതുകൊണ്ട് പ്രഗ്നൻസി കഴിഞ്ഞാൽ സിനിമയിലേക്ക് തന്നെ പോകാമെന്ന വിശ്വാസത്തിൽ അവൾ അതിന് സമ്മതിച്ചു. അങ്ങനെ ഓപ്പറേഷനും നടത്തി. അഡ്വാൻസ് ആയി കിട്ടിയ കുറച്ച് പൈസയും കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് തനിക്ക് ഒരു സിനിമ കിട്ടി എന്ന് കള്ളവും പറഞ്ഞ് കൂട്ടുകാരിയായ ഷാമയുടെ വീട്ടിലേക്ക് മീമിയും അവളുടെ ഫേക്ക് ഹസ്ബൻഡായി വേഷമിട്ട് ഭാനുവും ചെന്നു. സിനിമയിൽ കയറാൻ നിൽക്കുന്നത് കൊണ്ട് നാട്ടുകാർ അവളുടെ മുഖം കണ്ടാൽ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് അവളെ പറതിടിപ്പിച്ചാണ് കൂട്ടുകാരി ശ്യാമ അവിടേക്ക് കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് മാസങ്ങൾ കടന്നുപോയി. കുഞ്ഞിന്റെ അനക്കം വന്ന സമയത്ത് ആ അമേരിക്കൻ കപ്പിളിനെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. എന്നാൽ ഫസ്റ്റ് ചെക്കപ്പിന്റെ റിസൾട്ട് അവരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു മന്ദബുദ്ധിയായിരിക്കും എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു മന്ദബുദ്ധിയായ കുട്ടിയെ എനിക്ക് വേണ്ട, എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കണം എന്ന വിഷമം ഭാനുവിനോട് പറഞ്ഞിട്ട് അവർ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി പോകാൻ തുടങ്ങി. ഭാനു എത്ര പറയാൻ ശ്രമിച്ചിട്ടും കൂട്ടാകാതെ. അവർക്ക് തോന്നുമ്പം വേണമെന്ന് പറയാനും അല്ലാത്തപ്പം വേണ്ടാന്ന് പറയാനും ഞാനൊരു കളിപ്പാട്ടമല്ല എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് മീമി അവരെ റോട്ടിൽ മുഴുവൻ അന്വേഷിച്ചു. പക്ഷേ അവർ ആ സമയം കൊണ്ട് ഫ്ലൈറ്റ് കയറി പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മീമി നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും. അവസാനം അവൾ ആ കുട്ടിയെ പ്രസവിച്ചു. പക്ഷേ മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുട്ടി നല്ല ഹെൽത്തി ആണെന്നാണ് പ്രസവം എടുത്ത ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടായ മകന് രാജ് എന്ന് പേരിട്ടു. തന്റെ സ്വന്തം മകനെ പോലെ അവൾ ആ കുട്ടിയെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നു, അവളുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ചിട്ട്. എന്നാൽ ഇന്ത്യൻ മദറിന്റെ കൂടെ ഒരു അമേരിക്കൻ കുട്ടി കളിക്കുന്നു എന്നൊരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടിട്ട് രാജിന് 5 വയസ്സായ സമയത്ത് അവനെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി ആ അമേരിക്കൻ കപ്പിൾ അവിടേക്ക് വന്നു. കുട്ടിയെ തിരികെ തന്നില്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭാനു അവരോട് ചൂടായി. എന്നാൽ ഇത്രയും വലിയ പണക്കാരുമായിട്ട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാജിനെ അവർക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ മീമിക്ക് അവനോടുള്ള സ്നേഹം കണ്ട് അവരെ വേറൊരു കുട്ടിയെ ദത്തെടുത്തു.